ഹലോ ഗായ്സ്, ഇന്ന് രുക്മിണി സ്വയംവരത്തിന് പോവാണ് കേട്ടോ. നമ്മുടെ വീടിന്റെ അടുത്ത് കള്ളപ്പാടി ക്ഷേത്രത്തിൽ അവിടെ ഭാഗവത സപ്താഹ വായന നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് രുക്മിണി സ്വയംവരാണ്. അപ്പൊ അത് കുറച്ചു നേരം കേട്ട് ഇന്ന് കല്യാണ സദ്യയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ മക്കൾ എല്ലാവരും ഉണ്ട്. അപ്പൊ നടന്നിട്ടാണ് പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലം ഉള്ളത്. വായന നേരത്തെ തുടങ്ങിയിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് പോകാൻ കുറച്ച് ടൈം വൈകിപ്പോയി. ഒരു 10:30 ആകുമ്പോഴേക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ചു നേരം ആ കഥ കേട്ടുകൊണ്ടിരുന്നു. കൃഷ്ണന്റെ കഥ എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ഓരോ കഥകളല്ലേ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പൂജിക്കാൻ വെച്ചിട്ടുണ്ട്. ആ പൂജാ വിഗ്രഹങ്ങളൊക്കെ ഈ ഒരു വായന കഴിഞ്ഞ് കഴിഞ്ഞാൽ, സപ്താഹ വായന കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കും, ഭക്തർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഉച്ചയ്ക്ക് അവിടെ ഞാൻ പറഞ്ഞില്ലേ കല്യാണ സദ്യ ഒക്കെ ഉണ്ട്. കാരണം ഇന്ന് കൃഷ്ണന്റെ കല്യാണമാണല്ലോ, അപ്പോൾ കല്യാണ സദ്യയാണ്. ഇന്ന് ഭഗവാന്റെ കല്യാണമല്ലേ, അപ്പോൾ കല്യാണത്തിന് വിഭവ സമൃദ്ധമായിട്ടുള്ള ഊണനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഭഗവാന്റെ പ്രസാദവും കഴിച്ച് നമ്മൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല വെയിൽ കാരണം കൊണ്ട്. എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വീടെത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.